അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി നമ്മോടൊപ്പം നമ്മൾ ക്ഷണം സ്വീകരിച്ച ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലിസി സുരേഷാണ്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ദാസി ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ കർത്താവിൻ്റെ ദാസി ജന്മനാൽ രണ്ട് കണ്ണിനും പൂർണ്ണമായി കാഴ്ചയില്ലാതെ ഈ ലോകത്തേക്ക് ജനിച്ചു വീണ പ്രിയ സഹോദരി തൻ്റെ ബാല്യം മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് ഓർമ്മകളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. കർത്താവിൻ്റെ ദാസിക്ക് ദൈവം ഒത്തിരി കൃപകൾ ആത്മീയ ശുശ്രൂഷ മണ്ഡലത്തിൽ കർത്താവിൻ്റെ ദാസിക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. കൃപകളും കൃപാവരങ്ങളുടെ ശുശ്രൂഷയും രോഗശാന്തിയുടെ ശുശ്രൂഷയും ഗാനങ്ങൾ എഴുതുവാനും വർഷിപ്പ് ലീഡ് ചെയ്യുവാനും പ്രവചന ശുശ്രൂഷയും അങ്ങനെ ഒരുപാട് ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് വുമൻസ് ഫെലോഷിപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുവാൻ കർത്താവിൻ്റെ ദാസിയെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആകയാൽ നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ആദ്യാവസാനം കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ സിസ്റ്റർ ലിസി സുരേഷിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററേ. പ്രൈസ് ലോർഡ് പാസ്റ്ററേ. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഞങ്ങൾ കുടുംബം, എൻ്റെ ഹസ്ബൻഡ് പാസ്റ്ററായിരിക്കുന്നു, കർത്താവിൻ്റെ പേരുടെ മുഖത്തായിരിക്കുന്നു. ഞങ്ങൾക്കൊരു മകളുണ്ട്. ഇതാണ് ഞങ്ങളുടെ ചെറിയ കുടുംബം. പ്രൈസ് ദി ലോർഡ്. അരോമ ടിവിക്കും കർത്താവിന്റെ ദാസൻ ഡാനിയൽ പാസ്റ്റർക്കും എന്നെ അരോമ ടിവിയിലേക്ക് പരിചയപ്പെടുത്തിയ സോമൻ പാസ്റ്റർക്കും എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ധന്യനാകുന്ന യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊരു ജസ്റ്റ് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഒരു ചെറിയ ഗാനത്തിന്റെ ഈരടി പാടി എൻ്റെ ടെസ്റ്റ് മണിയിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനും സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ കർത്താവെ, ദൈവമക്കൾ ഒക്കെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവെ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ സഹായിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? കാക്കയാൽ ആഹാരം നൽകുന്നവൻ, കാടപക്ഷികളാൽ പോറ്റുന്നവൻ, കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ, കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? പ്രൈസ് ദി ലോർഡ്.
എൻ്റെ ജന്മസ്ഥലം പുനലൂർ. മാതാപിതാക്കൾ അച്ചാമ്മ ജോർജ്. സഹോദരങ്ങൾ എനിക്ക് 2 സഹോദരിമാരാണുള്ളത്, നിഷ, ബീന. ഇതാണ് ഞങ്ങളുടെ കുടുംബം. മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വിശ്വാസത്തിൽ വരുവാൻ തക്കോണം ഇടയായി തീർന്നത്. ഞാൻ ജനിക്കുമ്പോഴെല്ലാം മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു. ഞാൻ ജനിക്കുമ്പോൾ തന്നെ എൻ്റെ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത വ്യക്തിയായിട്ടാണ് എനിക്ക് ഈ ഭൂമിയിൽ എൻ്റെ മാതാവ് ജന്മം നൽകുവാൻ ഇടയായി തീർന്നത്. 5 മാസം 15 ദിവസം ഉള്ളപ്പോഴാണ് മാതാവ് എനിക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകുവാൻ തക്കോണം അവസരം, ദൈവമായ കർത്താവ് ഒരു അവസരം മാതാവിന് കൊടുത്തത്. പൂനെയുടെ പ്രദേശത്ത് വെച്ചാണ് ജനിക്കപ്പെടുവാൻ തക്കോണം ഇടയായി തീർന്നത്. എൻ്റെ പിതാവ് ഒരു മിലിറ്ററി മാൻ ആയിരുന്നു. സുബേദാർ മേജർ ആയിട്ടാണ് എൻ്റെ പിതാവ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ചെയ്യുവാൻ ഇടയായി തീർന്നത്. പൂനെയിൽ എൻ്റെ മാതാവ് എനിക്ക് ജന്മം നൽകിയപ്പോൾ 2 കണ്ണും കാഴ്ചയില്ലാത്ത വ്യക്തിയായിട്ടാണ് ജനിക്കുമെന്ന് 5 മാസം മാതാവ് ഡെലിവറി മാതാവ് ഗർഭിണിയാകുന്നതിന് മുൻപ് തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് അംഗവൈകല്യമുള്ളതായ ഒരു കുഞ്ഞാണ് ജനിക്കുന്നതെന്ന്. അപ്പോൾ മാതാവിന് മരുന്നൊക്കെ മെഡിസിനൊക്കെ കൊടുക്കുമ്പോൾ മാതാവ് മരുന്നൊന്നും കഴിക്കാതെ യഹോവ സാക്ഷിക്കാരുടെ വാക്ക് കേട്ടിട്ട് എല്ലാ മരുന്നുകളും കൊണ്ടുപോയി ഓടയിൽ ഒഴിച്ചു കളയുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ മാതാവ് എന്നെ 5 മാസം 15 ദിവസമുള്ളപ്പോൾ ജന്മം നൽകുവാൻ തക്കോണം ഇടയായി തീർന്നത്. 4.5 വയസ്സ് വരെ ഹോസ്പിറ്റൽ ജീവിതം തന്നെയായിരുന്നു. ആ 4.5 വയസ്സിന് ഇടയിലുള്ളതായ സംഭവങ്ങളാണ് ഇനി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജനിച്ചപ്പോൾ തന്നെ 2 കണ്ണ് കാഴ്ചയില്ലായിരുന്നു ഞാൻ മുന്നമേ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, എൻ്റെ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് ഈ കുട്ടി നിങ്ങൾക്കൊരു വേദനയായി തീരും, ഭാരമായി തീരും, നിങ്ങൾക്കത് തുടർന്നുള്ള ജീവിതം അതിന് വളരെ വേദനയുള്ളതായ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് കൊന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് അത് സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്ത് കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ പിതാവ് അതിന് അനുകൂലിക്കുവാൻ ഇടയായി തീർന്നു. മാതാവിനോട് ഈ വിവരങ്ങളൊന്നും പിതാവ് പറഞ്ഞിരുന്നില്ല. എന്നാൽ മാതാവിനെ സ്നേഹിക്കുന്നതായ ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകളെ ഇഞ്ചക്ഷൻ കൊടുത്ത് കൊല്ലുവാനായി നിങ്ങളുടെ ഹസ്ബൻഡ് ഒക്കെ പറഞ്ഞിരിക്കുകയാണ് ഡോക്ടറിന്റെ അടുത്ത്, നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ മാതാവ് പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ എൻ്റെ മകളെ വളർത്തിയെടുക്കും എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ആ സമയത്ത് എൻ്റെ പിതാവ് കുട്ടികൾക്ക് കൊടുക്കുന്നതായ കൂടിയ മരുന്ന് ഡോസ്, വളരെ കൂടിയ ഡോസ് എൻ്റെ വായിൽ ഒഴിച്ചു തരുവാൻ ഇടയായി തീർന്നു. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്നെ സൈക്കിൾ എൻ്റെ ശരീരത്തിൽ കയറ്റുവാൻ ഇടയായി തീർന്നു. മൂന്നാമത്തെ സിറ്റുവേഷനും അതേ അനുഭവത്തിൽ കൂടെ കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നു. 3 സംഭവങ്ങളും എൻ്റെ മാതാവിന്റെ കണ്ണുകളിൽ കാണുവാനും ആ വലിയ മരണത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയെടുക്കുവാൻ എൻ്റെ മാതാവിനെ ദൈവം സഹായിച്ചു. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റൽ ജീവിതം തന്നെയായിരുന്നു. 4.5 വയസ്സിന് ശേഷം എൻ്റെ മാതാവിന്റെ ഭവനത്തിൽ എന്നെ കൊണ്ടുകൊടുക്കുവാൻ ഇടയായി തീർന്നു. മാതാവിനും പിതാവിനും ചെറിയ ഒരു ഗവൺമെന്റ് ജോലിയാണ് ആ കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്നത്. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ 2 കണ്ണിന് കാഴ്ചയില്ല എന്ന് മാതാപിതാക്കളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പിതാവിന്റെ ഭവനത്തിൽ കൊടുക്കുമ്പോഴാണ് 2 കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയാണെന്ന് അറിയുവാൻ തക്കോണം ഇടയായി തീർന്നത്. സന്തോഷത്തോടെ മാതാവിന്റെ പേരൻസ് എന്നെ ഏറ്റുവാങ്ങുവാൻ തക്കോണം ഇടയായി തീർന്നു. 6.5 വയസ്സ് വരെയും എൻ്റെ മാതാപിതാക്കളുടെ ഭവനത്തിൽ ആയിരുന്നു ഞാൻ വളരുവാൻ ഇടയായി തീർന്നത്. 6.5 വയസ്സ് വരെയും എനിക്ക് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. 6.5 വയസ്സിന് ശേഷമാണ് ആയുർവേദ ട്രീറ്റ്മെന്റിൽ കൂടെയാണ് എനിക്ക് 6.5 വയസ്സായപ്പോഴാണ് കണ്ണിന് കാഴ്ച ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എനിക്ക് ആ സമയത്ത് എൻ്റെ ബാല്യപ്രായത്തെ കുറിച്ച് കൂടുതലായി ഒന്നും എനിക്ക് പറയുവാൻ ഇല്ല എന്നാണ് എനിക്ക് പറയുവാൻ തക്കവണ്ണം കഴിയുന്നത്. കാരണം 6.5 വയസ്സ് വരെയും കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിക്ക് കളിക്കുവാനോ കൂട്ടുകാര് കൂടുവാനോ ഒന്നും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ 6.5 വയസ്സിന് ശേഷം എനിക്ക് 2-3 കൂട്ടുകാർ, ബാല്യകാലത്തിലുള്ളതായ കൂട്ടുകാർ എനിക്കുണ്ടായിരുന്നു. അത് അധികം കാലങ്ങൾ അവരുടെ കൂടെ എനിക്ക് ബാല്യകാലം സന്തോഷം അനുഭവിക്കുവാൻ ഇടയായി തീർന്നിട്ടില്ലായിരുന്നു. കാരണം എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളുടെ ഭവനത്തിൽ എന്നെ കൊണ്ടുപോകുവാൻ തക്കോണം ഇടയായി തീർന്നു. അതുവരെയും എനിക്ക് ബാല്യകാലത്തെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ
എനിക്ക് പറയുവാൻ തക്കോണം ഇല്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ തന്നെ 6 വയസ്സ് കഴിഞ്ഞപ്പോൾ 7 വയസ്സിനോട് അടുത്ത സമയത്താണ് എൻ്റെ മാതാപിതാക്കളുടെ ഭവനത്തിൽ കൊടുക്കുന്നതിന് മുൻപ് ഒരു വലിയ ഒരു ആപത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കുവാൻ ഇടയെത്തുന്നു. എൻ്റെ ബാല്യകാല സഹോദരങ്ങളോട് ഒരുമിച്ച് ഞാൻ കുഞ്ഞായിട്ട് കുറച്ചുനാൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴുത്തിലിടുന്ന മുത്തുമാല എടുത്ത് മൂക്കിൽ കയറ്റുവാൻ ഇടയായിത്തീർന്നു. മൂക്കിന്റെ ഈ മൂക്കിനകത്ത് അറ്റം വരെ ആ മുത്ത് കയറി പോയി. അങ്ങനെ എന്നെ ഈ മൂക്ക് ഓപ്പറേഷൻ ചെയ്താണ് ചെറിയ പ്രായത്തിൽ. ആ മൂക്കിനകത്ത് ട്യൂബ് കൊടുത്തിട്ടാണ് എനിക്ക് ലിക്വിഡ് ആഹാരങ്ങൾ എല്ലാം എനിക്ക് തന്നുകൊണ്ടിരുന്നത്. എന്റെ മൂക്ക് കണ്ണെല്ലാം വളരെ ചെറുതായിരുന്നു. ചെറിയ ഒരു ഇത്രയും ഉള്ളൊരു കുഞ്ഞായിട്ടാണ് ഞാൻ ജനിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നത്. വലിയ കാര്യം വലുതായിട്ടൊന്നും എനിക്ക് പറയുവാൻ തക്കോണം എനിക്ക് ഒന്നുമില്ല കുഞ്ഞ് ബാല്യപ്രായത്തെ കുറിച്ച്. എന്നാൽ എന്റെ ഭവനത്തിൽ കടന്നുപോയതിന് ശേഷമുള്ളതായ 7 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളതായ കാലഘട്ടങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയുവാനുള്ളത്. 7 വയസ്സിന് ശേഷമാണ് എന്റെ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുവാൻ തക്കോണം ഇടയായിത്തീർന്നത്. 1-ാം ക്ലാസ്സിൽ എന്നെ ചേർക്കുവാൻ ഇടയായിത്തീർന്നത്. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ എനിക്ക് ഒത്തിരി ഓർമ്മകൾ എനിക്കുണ്ട്. ഒരുപാട് സഹപാഠികൾ എന്നെ സ്നേഹിക്കുന്നു, എന്നെ കൈപിടിച്ചു നടത്തുന്നു, എനിക്ക് നോട്ട്സ് ഒക്കെ എഴുതി തരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു. എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ അനുഭവിക്കാത്ത ബാല്യകാല കൂട്ടുകാർ എന്ന് പറയുന്നത് പോലെ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ എനിക്ക് അനേക സഹപാഠികൾ എനിക്ക് ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. എന്റെ ഏറ്റവും വലിയ സന്തോഷം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് റോസമ്മ എന്ന് പറഞ്ഞ ടീച്ചർ എന്നെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ എനിക്ക് എല്ലാ സാഹചര്യങ്ങളിലും വളരെ കൈത്താങ്ങൽ തരുന്ന ഒരു ടീച്ചറായിരുന്നു. ആ ടീച്ചർ എനിക്ക് നോട്ട്സ് എഴുതി തരും. എന്റെ സഹപാഠികളെ വിളിച്ച് എനിക്ക് ആവശ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ എന്റെ സഹപാഠികളോട് പറയും. അങ്ങനെ സ്കൂൾ ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ എല്ലാവരും ഒത്തിരി പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യും. പക്ഷെ എനിക്ക് ഓടിച്ചാടി നടന്ന ഒരുപാട് പ്രോഗ്രാമുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യും, ഒന്നിനും മാറി നിൽക്കത്തില്ല. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള എന്റെ ചെറിയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൽ എല്ലാത്തിനും ഞാനും പോയി മുൻപിൽ നിൽക്കും. ഓടാനാണെങ്കിലും പിന്നെ മറ്റെന്ത് പരിപാടികൾക്കാണെങ്കിലും മുൻപിൽ പോയി നിൽക്കും. എന്നെ എല്ലാവരും നിർത്തും, എന്നെ ഒന്നിനും മാറ്റി നിർത്തത്തില്ല. ഓട്ട മത്സരത്തിന് ഓടി എന്നെ എന്ത് ചെയ്തു, പിടിച്ചു വലിച്ചു. അങ്ങനെ എന്റെ ശരീരം മൊത്തം മുറിയുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് ഞാൻ അതിന് വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഞാൻ വളരെ സന്തോഷമായി മുൻപിൽ എത്തുവാൻ തക്കോണം ഇടയായി തീർന്നു. എന്നെ കൈകൾ തട്ടി അപ്രീഷിയേറ്റ് ചെയ്യുന്ന കുറെ ടീച്ചർമാർ എന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. ഞാൻ പോകേണ്ട സന്ദർഭത്തിൽ എന്നെ അവിടെ ജയിക്കുവാൻ ഇടയായി തീർന്നു. ഒത്തിരി മുറിവുകളോടെ ആ ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് വാങ്ങുവാൻ തക്കോണം ഇടയായി തീർന്നു. അതിനുശേഷം ഇങ്ങനെ ആനിവേഴ്സറികളൊക്കെ വരുമ്പോൾ എല്ലാവരും അവിടെ ഹിന്ദു സ്കൂളാണ്. അപ്പോൾ അവിടെ ക്രിസ്ത്യൻ കുട്ടികൾക്ക് പാട്ട് പാടാനുള്ളതായ അവസരങ്ങളൊന്നുമില്ല. പക്ഷെ HM ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവര് ലിസിക്ക് ഒരു പാട്ട് പാടാനൊരു അവസരമുണ്ട്. പാടാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോഴും ആ പാട്ട് നല്ല ഓർമ്മയുണ്ട്. ആകാശത്തിൻ മഹിമാവേ ആശ്രയം നീ തന്നെ യഹോവേ, ആ ഒരു പാട്ട് പാടി അതിൽ ഫസ്റ്റ് വാങ്ങിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അതിനകത്തൊരു വരിയുണ്ട്, ദൈവമേ നീ എന്നെ അന്ധയായി തീർന്നു എന്നൊരു വരിയുണ്ട്. എന്നും നേർവഴി കാട്ടണമേ എന്നുള്ളൊരു വരിയുണ്ട്. അത് എല്ലാവരെയും ഹൃദയത്തിൽ സ്പർശിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അനേക വ്യക്തികൾക്ക് വേണ്ടി അത് എന്റെ ജീവിതത്തിൽ വളരെ ഒരു സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു. ആ പാട്ടുകൾ എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് 1 മുതൽ 4 വരെ 4-ാം ക്ലാസ് വരെ എന്നെ റിപ്പീറ്റ് ചെയ്ത് ആ പാട്ട് എല്ലാ വർഷവും ആനിവേഴ്സറിക്ക് പാടിപ്പിക്കുമായിരുന്നു. അങ്ങനെ അനേക കുഞ്ഞുങ്ങൾ ആ ഘട്ടത്തിൽ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ എനിക്ക് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയത്തില്ല, ദൈവവചനം പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയത്തില്ല. പക്ഷെ ഞാൻ അപ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എനിക്ക് രോഗസൗഖ്യം ഉണ്ടോയെന്നൊന്നും അന്നറിയത്തില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. എന്റെ കുഞ്ഞു സഹപാഠികൾ എന്നോട് ഒരുമിച്ച് കളിക്കുന്ന സഹപാഠികൾക്ക് സൗഖ്യമാകും. അങ്ങനെ അവർക്ക് സൗഖ്യമാകുന്നത് കണ്ടിട്ട് ടീച്ചർമാർ എന്നെ വിളിച്ച് ഓഫീസ് റൂമിൽ കൊണ്ടുപോകും. അന്ന് ഈ കുട്ടികൾക്കെല്ലാം തയ്യൽ പഠിപ്പിക്കുമ്പോൾ എനിക്ക് തയ്യൽ സൂചി കോർക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ എനിക്ക് ഡ്രോയിങ് ഒക്കെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടം. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ ആ സമയത്ത്. പക്ഷെ ഇതിനൊന്നും എനിക്ക് പറ്റത്തില്ല. പക്ഷെ ടീച്ചർമാരുടെ ഓഫീസ് റൂമിൽ കൊണ്ടുപോയി അവരുടേതാകുന്ന സാഹചര്യങ്ങൾ എന്നോട് പറയും, അവരുടെ ഫാമിലി വിഷയം. കുഞ്ഞു കൊച്ച, എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഈ വിഷയങ്ങളെല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും.
ദൈവം അവർക്ക് അവരുടെ ഫാമിലിയിലെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ സ്കൂളിലെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതൽ ഉണ്ടെന്ന് ആ ടീച്ചർമാരിൽ കൂടെ പറയുന്നത് ഞാൻ എന്റെ ചെവിയാലെ കേട്ടിട്ടുണ്ട്, കണ്ണാലെ ഞാൻ കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതാണ് ആ കാലഘട്ടം എന്റെ ബാലീബ പ്രായമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് വളരെ സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു. എന്നാൽ അതിനുശേഷം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴും ഇത് തന്നെ എന്റെ ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എനിക്ക് മറ്റുള്ള കുട്ടികളെ പോലെ കളിക്കുവാനോ പെട്ടെന്ന് നോട്ട്സ് എഴുതിയെടുക്കുവാനോ ഒന്നും പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ ആ വിദ്യാഭ്യാസ കാലഘട്ടം എല്ലാം ഒരു ഭാഗം എനിക്ക് ദുഃഖത്തിന്റെ, വേദനയുടെ, മനോവേദനയുടെ ഒക്കെ സന്ദർഭങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരുപാട് പേർ എന്നെ 3D എന്ന് വിളിക്കും, കണ്ണ് കാണാത്തവളെന്നൊക്കെ വിളിക്കും, പരിഹസിക്കും. പക്ഷെ ഒരു ഭാഗത്ത് എനിക്ക് സന്തോഷത്തിന്റെ, ഉല്ലാസത്തിന്റെയും ഒരു ദിനങ്ങളായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അനേക വ്യക്തികളുമായി എനിക്ക് പ്രാർത്ഥിക്കുവാനും അനേക വ്യക്തികളുടെ ദുഃഖങ്ങൾ ഒപ്പിയെടുക്കുവാനും ആ ചെറിയ ഹൃദയത്തിന് ദൈവം എന്നെ ഉടമയാക്കി തീർക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ എന്റെ ഭവനത്തിൽ വരുമ്പോൾ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് എപ്പോഴും ഞാൻ രാവിലെ വൈകിട്ടും അടുത്താണ് സ്കൂള്. അപ്പം എന്റെ സഹോദരങ്ങളോട് ഒരുമിച്ച് പോകും, അവരൊരുമിച്ച് വരും. പക്ഷെ അവരെന്നെ അധികം കെയർ ചെയ്യത്തില്ല. കാരണം 6.5 വയസ്സ് വരെ എന്റെ ഭവനത്തിൽ നിന്നല്ല ഞാൻ വളർന്നത്, മാതാവിന്റെ ഭവനത്തിൽ നിന്നാണ് വളർന്നത്. അപ്പം അവരുമായിട്ടുള്ളതായ ചെറിയ ബാല്യകാല സ്നേഹങ്ങൾ, മാതാപിതാക്കളുടെ സ്നേഹങ്ങൾ ഒന്നും ഞാൻ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ആ 2 സഹോദരങ്ങളും എന്നിൽ നിന്ന് ദൂരമാണ്. അവർ രണ്ടുപേരും സ്കൂളിൽ കടന്നു പോകുമ്പോൾ ഒരുമിച്ച് പോകും, ഒരുമിച്ച് വരും, ഒരുമിച്ച് കളിക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് ഉറങ്ങും. ഇങ്ങനെയുള്ളതായ അവസരങ്ങളാണ്. പക്ഷെ എനിക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ എനിക്ക് ഒരുപാട് കൂട്ടുകാർ, ഒരുപാട് ടീച്ചേഴ്സ്, എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ്. അവിടെ 9 മണി മുതൽ 4 മണി വരെ വളരെ സന്തോഷത്തിന്റെ സമയങ്ങളാണ്. എന്നാൽ 5 മണി മുതൽ പിറ്റേ ദിവസം 9 മണി വരെയും ദുഃഖത്തിന്റെ, വേദനയുടെ, നെടുവീർപ്പിന്റെ, ഒറ്റപ്പെടുത്തലിന്റെ, മാനസിക സംഘർഷങ്ങളുടെ എല്ലാം ഒരു അനുഭവത്തിൽ കൂടെയാണ് ഞാൻ ഭവനത്തിനകത്ത് കടന്നു പോകുന്നത്. എല്ലാവരാലും ഒതുക്കപ്പെട്ട ഒരു വ്യക്തി, എല്ലാവരാലും തള്ളപ്പെട്ട ഒരു വ്യക്തി, എല്ലാവരാലും സ്നേഹിക്കപ്പെടാത്ത ഒരു വ്യക്തി, മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു അനുഭവം. 2 കണ്ണുകൾ കാഴ്ചയില്ലാത്ത എന്നെ 6.5 വയസ്സിന് ശേഷമാണല്ലോ കാഴ്ച ലഭിച്ചത്. അപ്പൊ എന്നെ ഭവനത്തിൽ കൊണ്ടുവന്നപ്പോൾ ഉണ്ടാകുന്നതായ അനുഭവങ്ങൾ, അതൊക്കെ എന്നെ വളരെ തളർത്തുന്ന അനുഭവങ്ങളാണ്. എന്റെ പിതാവിനെ എപ്പോഴും മർദ്ദിക്കുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ രാജകീയമായ ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിൽ ഞാൻ കയറിയിരുന്നപ്പോൾ എന്നെ നിലത്തിട്ട് തന്റെ പട്ടാള ബൂട്ട് കൊണ്ട് എന്നെ ചവിട്ടുവാനും നിലത്ത് വീഴുവാനും ഇടയായി തീർന്നു. എന്നെ മർദ്ദിക്കുവാൻ ഇടയായിട്ട് ഒരുപാട് എനിക്ക് മർദ്ദനങ്ങൾ, ശാരീരികമായ മർദ്ദനങ്ങൾ എനിക്ക് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. മാനസികമാകുന്ന ഒരു പിതാവ് ഒരു കുഞ്ഞിനോട് പറയാത്ത വാക്കുകൾ ആ പിതാവിന്റെ വായിൽ നിന്ന് ഞാൻ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. സഹോദരങ്ങളുടെ വായിൽ നിന്ന് ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ ചെറിയ പ്രായത്തിൽ ഒരു വയസ്സും 6.5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയും 18 വയസ്സ് വരെയും ഞാന് മാനസികമായി ഒത്തിരി വേദനയിൽ കൂടി കടന്നുവിട്ടുണ്ട്. പിതാവിന്റെ വാക്കുകൾ നിമിത്തം, പിതാവിന്റെ പ്രവർത്തികൾ നിമിത്തം, പിതാവിന്റെ ഉപദ്രവങ്ങൾ നിമിത്തം, സഹോദരങ്ങളുടെ നിന്ദകൾ, അപമാനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, അവർ എന്നെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ എനിക്ക് വളരെ വേദന ഉളവാക്കിയിട്ടുണ്ട്. പക്ഷേ എന്റെ മാതാവിന്റെ ഒരു സ്നേഹം മാത്രമാണ് എനിക്ക് അല്പം അന്നത്തെ ആശ്വാസം ഉണ്ടായിരുന്നത്. എന്നാൽ എന്റെ പിതാവ് തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാർത്തോമ ചർച്ചിൽ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. എപ്പോ ലീവിന് വന്നാലും എന്നെ മാറ്റി നിർത്തും. എനിക്ക് യാതൊരു സ്നേഹവും തരികയില്ല. എന്റെ സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന വാത്സല്യം, സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന ലാളന, സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന, അവരെ കെയർ ചെയ്യുന്ന ഒരു അനുഭവങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല. ഞാൻ എല്ലാത്തിലും ഒറ്റപ്പെട്ട ഒരു അനുഭവമായിരുന്നു. എന്നാൽ ഞാൻ അധികം പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയങ്ങളിലൊക്കെ. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്തിനാണ് എന്നെ ഈ ഭൂമിയിലേക്ക് എനിക്കൊരു ജന്മം തന്നത് എന്ന് ദൈവത്തോട് ഞാൻ ചോദിക്കുമ്പോൾ ദൈവം എന്നോട് പറയുവാൻ, ലോകം ഒരിക്കലും നിനക്ക് ശാശ്വതമല്ല. നിനക്ക് ശാശ്വതമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ 15ാമത്തെ വയസ്സിൽ എല്ലാവരും ഒതുക്കപ്പെട്ട്, തള്ളപ്പെട്ട്, വേദനയോടെ ഒരു കത്തി വെച്ച് ഇറക്കുമ്പോൾ എങ്ങനെയാണ് ഹൃദയം മുറിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ പിടയുന്നത്, ആ വേദനയോടെ ഞാൻ
ആയിരിക്കുന്ന അവസ്ഥയിൽ രാത്രിയിൽ ഞാൻ 2:30 മണി, 15 വയസ്സിൽ 2:30 മണി രാത്രിയിൽ ഒറ്റയ്ക്ക് റൂമിൽ കിടക്കുമ്പോൾ ഞാൻ യേശുവിനെ വ്യക്തമായി ദർശനം കാണുവാൻ തക്കോണം ഇടയായി തീർന്നു. തലയിൽ കിരീടം വെച്ച് യേശു അനുഭവിച്ചതായ വേദനകൾ വ്യക്തമായി എന്നെ കാണിച്ചു തരുവാൻ ഇടയായി തീർന്നു. അപ്പൊ ഞാൻ നിറകണ്ണുകളോടെ യേശു ആരാന്ന് എനിക്ക് കാണിച്ചു തരണം, യേശുവിന്റെ കരസ്പർശനം എനിക്ക് അനുഭവിക്കണം, എനിക്കത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് നിറകണ്ണുകളോടെ ഇരിക്കുമ്പോൾ യേശു അപ്പൻ എന്നെ പൊക്കിയെടുത്ത് എന്നെ ഇരുത്തിയിട്ട് പറയണം, മോളെ നീ വിഷമിക്കണ്ട, നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നെ തലോടിയിട്ട് എനിക്ക് ഒത്തിരി ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് കണ്ണുനീരൊക്കെ എന്റെ കണ്ണിൽ നിന്ന് തുടച്ചിട്ട് അങ്ങനെ ഒരുപാട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് ഞാൻ അങ്ങനെ ഉറങ്ങുവാൻ തക്കോണയായി തീർന്നു. അതിനുശേഷം അങ്ങനെ 3 പ്രാവശ്യം യേശുവിനെ ഞാൻ ദർശനത്തിൽ കാണുവാൻ തക്കോണ. അന്ന് എനിക്ക് യേശുവിന്റെ ദർശനമാണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ മാർത്തോമ ചർച്ചിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വിവരങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറയും, നീ മോള് യേശുവിനെ ദർശനം കണ്ടതാ, മോൾ ഇനിയും പ്രാർത്ഥിക്കുമ്പോൾ യേശു മോളോട് സംസാരിക്കും. അങ്ങനെ യേശുപ്പൻ എന്നോട് എപ്പോഴും സംസാരിക്കുമായിരുന്നു. ഞാൻ യേശുപ്പനോട് എപ്പോഴും സംസാരിക്കുമായിരുന്നു. അതായിരുന്നു എന്റെ 22 വയസ്സ് വരെ എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എന്റെ ഭവനത്തിൽ എല്ലാവരും ഒറ്റപ്പെട്ട ഒരു അനുഭവം. അതിനുശേഷം എന്റെ പിതാവ് അപ്പോഴും മാർത്തോമ ചർച്ചിൽ തന്നെയാണ് എപ്പോഴും. പക്ഷെ ഞാന് ഇവളെന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്, ഇവളെന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇവക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴും മാതാവിനും കൂടെ ചോദിക്കും, അവള് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ, ഇവളുടെ വലിയൊരു പ്രാർത്ഥന, ഇവളുടെ വലിയൊരു ദൈവം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി വേദനിപ്പിക്കും. പക്ഷെ എന്നാലും ഞാൻ പ്രാർത്ഥന വിടുകയില്ല. അന്നൊക്കെ ഞാൻ ഉപവസിക്കും, പ്രാർത്ഥിക്കും, കണ്ണുനീരൊഴുക്കും. പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമാണെങ്കിലും ദൈവം എനിക്ക് മറുപടി തരും. അപ്പം 15 വയസ്സിൽ ഞാൻ ഇത് കണ്ടു. 18 വയസ്സ് വരെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞാൻ സ്വർഗം നരകം വ്യക്തമായി 7 മണിക്കൂർ സ്വർഗത്തിൽ എന്താണ് നടക്കുന്നത്, നരകത്തിൽ എന്താണ് നടക്കുന്നത്, ഭൂമിയിൽ എന്താണ് നടക്കുന്നതെന്ന് 7 മണിക്കൂർ ഞാൻ വ്യക്തമായി കാണുവാൻ തക്കോണം ഇടയായി. അങ്ങനെയാണ് എനിക്ക് ദൈവത്തിൽ കൂടുതലായി ആശ്രയം വയ്ക്കുവാൻ, ദൈവത്തിൽ വിശ്വസിക്കുവാനുള്ളതായ ഒരവസരം എന്റെ കർത്താവ് എനിക്ക് ഒരുക്കി തരുവാൻ ഇടയായി. നരകത്തിൽ കിടന്ന് വ്യക്തികൾ ഒരു ത്യാഗം അനുഭവിക്കുന്നത്, വേദന അനുഭവിക്കുന്നത് ഞാൻ കാണുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടുണ്ട്. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്കൊരു അവസരം തരണമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വളരെ വേദനയോടെ ആ തീക്കകത്തൊക്കെ കിടന്ന് വേദന അനുഭവിക്കുന്നത് ഞാൻ കണ്ണാലെ കണ്ട വ്യക്തിയാണ്. സ്വർഗത്തിൽ ദൂതന്മാരോട് ഒരുമിച്ച് ദൈവമക്കൾ ആഹ്ലാദിക്കുന്നത്, എന്നെ കർത്താവ് അവിടേക്കൊക്കെ കൊണ്ടുപോകുന്നതും അനേക 14 സ്ഥലങ്ങളിൽ വിസ്തരിച്ച് അവസാനം യേശുവിന്റെ അടുത്ത് കൊണ്ടുപോകുന്നതും യേശുവിന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്നതും ഇതൊക്കെ ഞാൻ വ്യക്തമായി കണ്ട വ്യക്തിയാണ്. 7 മണിക്കൂറോളം അതെന്റെ ജീവിതത്തിൽ വളരെ ആനന്ദമായി തീരുവാൻ തക്കോണം ഇടയായി. അതിനുശേഷമാണ് എന്റെ മരണഭയം ഇതിൽ നിന്ന് മാറുവാൻ തക്കോണം ഇടയായി. അതുവരെയും എനിക്ക് എപ്പോഴും മരണഭയം എന്നെ അലട്ടുമായിരുന്നു. ഒരു പൈശാചിക പോരാട്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം എപ്പോഴും പാമ്പ് എന്നെ ചുറ്റുമായിരുന്നു. ഇതിനിടയ്ക്ക് 17ാമത്തെ വയസ്സിൽ എന്റെ ശരീരത്തിൽ വിഷം നിറഞ്ഞതായ ഒരു പാമ്പ് എന്റെ ശരീരം മുഴുക്കെ ചുറ്റി എന്നെ വലയം ചെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നു. ആ സന്ദർഭത്തിൽ എന്റെ ഭവനത്തിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരെ പരസ്യവും നടത്തുന്ന ദൈവദാസന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി, പട്ടാളം ജോർജാന്റെ വീട്ടിൽ മരണകരമായ നിലയിൽ ഒരു മൂത്ത മകൾ, കണ്ണു കാണാത്തൊരു മൂത്ത മകൾ അവിടെ വേദനപ്പെടുന്നുണ്ട്, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു. പട്ടാളം ജോർജ് എന്ന് പറഞ്ഞ അച്ഛൻ ആരും ഇവിടെ കൊണ്ടുപോകുന്നു. അവിടെയുള്ളതായ ദൈവമക്കളോട് ചോദിച്ചപ്പോൾ ഇവിടെ അടുത്തുണ്ട്. അവര് പെന്തക്കോസ്തി വന്നിട്ടില്ല, പക്ഷെ അവര് ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബാത്റൂമില് മരണത്തോടെ മല്ലടിച്ച് കിടക്കുകയാണ്. എന്റെ ശരീരം മൊത്തം പാമ്പുകൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അനുഭവമാണ്. അപ്പൊ ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വെള്ളം എന്റെ ദേഹത്തേക്ക് പ്രാർത്ഥിച്ചൊഴിച്ചപ്പോൾ എന്റെ ശരീരത്തിൽ നിന്ന് അത് ഒഴിഞ്ഞു പോകുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ഒരു വിടുതൽ ദൈവം എനിക്ക് ആ 17ാമത്തെ വയസ്സിൽ നൽകുവാൻ തക്കോണം ഇടയായി തീർന്നു. അതിനുശേഷമാണ് എനിക്ക് ദൈവവുമായി കൂടുതലായി ബന്ധം ഏർപ്പെടുവാൻ തക്കോണം ഇടയായി തീർന്നത്. ഞങ്ങൾ മാർത്തോമ ചർച്ചിൽ ഇരിക്കുമ്പോൾ തന്നെ എന്റെ സ്കൂൾ വിദ്യാഭ്യാസം 15 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ എപ്പോഴും കൺവെൻഷന് പാടാൻ പോകുമായിരുന്നു. മാർത്തോമ ചർച്ചിലാണ് എന്നെ വളരെ പ്രോത്സാഹനം തരുമായിരുന്നു. മാർത്തോമ ചർച്ചിലുള്ളതായ ദൈവമക്കൾ പാട്ട് പാടാൻ കൊണ്ടുപോകുമായിരുന്നു, എന്നെ പ്രാർത്ഥിക്കുവാൻ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു, ഭവന സന്ദർശനത്തിന് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ എന്റെ കണ്ണ് ക്രമേണ കാഴ്ച ഇംപ്രൂവ്മെന്റ് ആകുവാൻ തക്കോണം ഇടയായി തീർന്നു.
20 വയസ്സ് വരെയും വളരെ സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു. എന്നാൽ 21 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ വളരെ വേദനയുടെയും നിരാശയുടെയും എന്റെ പിതാവ് അപ്പം മിലിറ്ററി ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നപ്പോൾ എപ്പോഴും മാനസികമാവുന്ന വേദനകൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കും. പിതാവ് ഭവനത്തിലുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ല, ഭവനത്തിൽ ഇരിക്കുകയില്ല, പുറത്ത് നിൽക്കും. മാതാവ് വന്നെങ്കിൽ മാത്രമേ ഭവനത്തിനകത്ത് റൂമിൽ കയറി ഇരിക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിതാവ് എന്നെ പല പ്രാവശ്യം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തി കളയുവാനെ എന്നെ മർദ്ദിച്ചിട്ടുണ്ട്. എന്നെ പല ഉപദ്രവങ്ങൾ എന്നെ ചെയ്തിട്ടുണ്ട്. അത് പേടിച്ചിട്ട് ഞാൻ പിതാവ് മാത്രം ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കുകയില്ല, മാതാവ് വന്നാൽ മാത്രമേ വീട്ടിൽ ഇരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു അനുഭവമായിരുന്നു. എന്നാൽ എന്റെ സഹോദരങ്ങൾ രണ്ടുപേർക്കും എനിക്ക് മുന്നെയാണ് വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം അവർ വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ മൂത്തനിയത്തി 94 വിവാഹം കഴിഞ്ഞത്. ഞാൻ അപ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്കിനി ആരും ഉണ്ട്. അപ്പം ഷാജി എന്ന് പറഞ്ഞതായ ദൈവദാസൻ, കട്ടപ്പനയിലുള്ള ഷാജി എന്ന് പറയുന്ന ദൈവദാസനാണ് എന്നെ 20-ാമത്തെ വയസ്സിൽ ബൈബിൾ കോളേജിൽ എനിക്ക് പഠിക്കുവാനുള്ളതായ ഒരു അവസരം ആ ദൈവദാസന് മുഖാന്തരം ചർച്ച് ഓഫ് ഗോഡ് സഭയിലുള്ള ദൈവമക്കളുടെ പ്രോത്സാഹന നിമിത്തം എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കുവാനുള്ളതായ അവസരം ഒരുക്കി തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ 20 മുതൽ 24 വയസ്സ് വരെയും എനിക്ക് ബൈബിൾ കോളേജിൽ, ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ സ്വർഗത്തിൽ ദൈവം അവസരം ഒരുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരുപാട് സഹപാഠികൾ എന്നെ സ്നേഹിക്കുന്നവർ. ഭവനത്തിൽ എനിക്ക് വരുവാൻ യാതൊരു താല്പര്യവും ഇല്ല. എന്നാൽ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ കണ്ണുനീര്, വേദന, എന്റെ സഹോദരങ്ങളോട് ഒരുമിച്ച് ഭക്ഷണം തരികയില്ല, സഹോദരങ്ങളോട് ഒരുമിച്ച് അവർ കളിക്കുവാൻ എന്നെ കൂട്ടുകൂട്ടുകയില്ല. അങ്ങനെയുള്ളതായ അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ വിവാഹം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സഹോദര സ്നേഹം എന്തെന്ന് എന്റെ അനുജത്തിമാരുടെ ഹസ്ബൻഡുമാരിൽ കൂടെ എന്നെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സഹോദരങ്ങളായിരുന്നു എന്റെ 2 അനുജന്മാരും. വളരെ ആത്മാർത്ഥമായി. മൂത്ത അനിയത്തിയുടെ, എനിക്ക് താഴെയുള്ള അനിയത്തിയുടെ ഹസ്ബൻഡാണ് ഗുഡ് ന്യൂസിൽ എന്റെ പരസ്യം കൊണ്ട് കൊടുക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. അങ്ങനെയാണ് എന്റെ വിവാഹം നടക്കുവാൻ ഇടയായി തീർന്നത്. എന്നാൽ ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുൻപിട്ട് ഈ പ്രിയ സഹോദരനാണ് എനിക്ക് അതിൻ്റെതാകുന്ന കാര്യങ്ങളൊക്കെ അവരുടെ പിതാവിൽ കൂടെ ക്രമീകരിക്കുവാനും, അങ്ങനെ ഷാജി പാസ്റ്റർ, എന്റെ മാതൃസഭ, ഇവരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അങ്ങനെയാണ് എനിക്ക് ബൈബിൾ കോളേജിൽ പഠനം പൂർത്തീകരിക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. എന്നാൽ ബൈബിൾ കോളേജിൽ പഠന സമയത്ത് എല്ലാ മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളെ കാണാൻ വരും. എന്നാൽ എന്റെ പേരൻസ് എന്നെ കാണാൻ വരത്തില്ല. എനിക്ക് ആവശ്യമായതൊന്നും കൊണ്ടുവന്ന് തരത്തില്ല. എനിക്ക് യാതൊരു കെയറിങ്ങും എന്റെ ഭവനത്തിൽ നിന്നും ഇല്ലായിരുന്നു. വളരെ വേദനയായിരുന്നു. എന്നാൽ എന്റെ മാതൃ ചർച്ചിലുള്ളതായ ഷാജി എന്ന് പറഞ്ഞതായ പാസ്റ്ററും പ്രിയ ആന്റിയും എന്റെ സഭാവിശ്വാസികളും എന്നെ ബൈബിൾ കോളേജ് പഠന സമയത്ത് എന്നെ കാണുവാൻ വരുമായിരുന്നു. എനിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർ നിർവഹിച്ചു തരുമായിരുന്നു. അങ്ങനെ എന്റെ ബൈബിൾ കോളേജ് പഠനം സന്തോഷമായി പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ഗ്രാജുവേഷന്റെ സമയത്ത് എല്ലാവരും നല്ല സാരികൾ, വില കൂടിയ സാരികൾ വാങ്ങി ഗ്രാജുവേഷന് നിൽക്കുമ്പോൾ എന്റെ പാസ്റ്റർ അമ്മയുടെ കല്യാണ സാരിയാണ് ഞാൻ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്റെ മാതാപിതാക്കൾക്ക് ഒരു സാരി വാങ്ങിച്ചു തരുവാൻ നിവർത്തിയില്ലാത്ത ഭവനമല്ല. പക്ഷെ എന്റെ പിതാവ് അതിനൊന്നും അവസരം ഒരുക്കിയില്ല. എനിക്ക് എന്റെ ശാന്തമാൻറ്റിയുടെ കല്യാണ സാരി വാങ്ങിയാണ് ഞാൻ ഗ്രാജുവേഷൻ ചെയ്ത് എന്റെ ഭവനത്തിൽ വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എന്നാൽ ആ സമയത്ത് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ എന്റെ സഹപാഠികൾ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അധ്യാപകർ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അവർ അനേക കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു. ആ ഫംഗ്ഷനൊന്നും സംബന്ധിക്കുവാൻ എന്റെ പിതാവ് എനിക്ക് അവസരം ഒരുക്കി തന്നില്ല. വളരെ ദേഷ്യത്തോടെ, വളരെ കോപത്തോടെ അവിടെ വഴക്കുണ്ടാക്കിയിട്ട് എന്നെ അവിടെ നിന്ന് നിറകണ്ണുകളോടെ ഭവനത്തിൽ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇനി എനിക്ക് ഒരു നിമിഷം പോലും ഭൂമിയിൽ നിൽക്കണ്ട, എനിക്ക് വീട്ടിൽ നിൽക്കണ്ട, എന്തെങ്കിലും ഒരു വഴി എന്റെ അപ്പൻ എനിക്ക് തുറന്നു തന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴാണ് എന്റെ അനുജന്മാരും എന്റെ മാതൃ ചർച്ചിലെ വിശ്വാസികളും എല്ലാം ചേർന്ന് എന്റെ പിതാവ് ഭയങ്കര മുൻകോപിയായി എന്റെ അനുജന്മാരെ വെച്ച് എന്നെ തെറ്റായ വാക്കുകൾ പറഞ്ഞ് എന്നെ പരിഹസിച്ചപ്പോൾ എന്റെ അനുജന്മാരും എന്റെ മാതൃസഭയിലുള്ളവരും എല്ലാം ചേർന്ന് ഗുഡ് ന്യൂസിൽ പരസ്യം കൊടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എന്റെ അനുജന്റെ പിതാവിന്റെ അടുക്കൽ കൊണ്ടുപോകുമ്പോൾ എന്റെ പിതാവ് എഴുതിയത് 2 കണ്ണിനും കാഴ്ചയില്ല എന്ന് മാത്രമേ എഴുതിയുള്ളൂ. എന്റെ അനുജന്റെ പിതാവ് ഒരു കർത്തൃവേലയിലായതുകൊണ്ട് ആ പിതാവ് തിരിച്ചെഴുതുവാൻ ഇടയായി തീർന്നു. 1 കണ്ണിന് അല്പമായ കാഴ്ച,
ഒരു കണ്ണിന് ഒട്ടും കാഴ്ചയില്ല. 2 വർഷം 94 മുതൽ 96 വരെ ബൈബിൾ കോളേജിൽ പഠിച്ചു. നന്നായി പാട്ട് പാടും, നല്ല കാഴ്ചയിൽ നല്ല കൊള്ളാവുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് അത് തിരുത്തി എഴുതി ആണ് ഗുഡ് ന്യൂസിൽ കൊടുക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നത്. ഈ തിരുത്തി എഴുതിയ വിവരം എന്റെ അനുജനോ എന്റെ അനുജന്റെ ഭവനത്തിലുള്ളവരോ എന്റെ അനിയത്തിമാരോ ഈ വിവരം പിന്നെ പിതാവിനോട് പറഞ്ഞില്ല. അതിനുശേഷം ഞാൻ ബൈബിൾ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് പ്രപ്പോസലുകൾ ഒന്നൊന്നായി വരുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ഒരുപാട് പ്രപ്പോസലുകൾ വന്നപ്പോൾ എനിക്ക് ദൈവഹിതം അല്ല എന്ന് ദൈവാത്മാവ് എന്നോട് തന്നെ പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ദൈവം ആരെയാണോ നിയമിച്ചു വച്ചിരിക്കുന്നതെന്ന് എനിക്ക് ദൈവം വെളിപ്പെടുത്തി തരുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ഞാൻ സ്നാനക്കടവിൽ നിൽക്കുന്നതും സ്നാനം കൊടുക്കുന്നതും ഈ ദൈവദാസന്റെ പേര്, ദൈവദാസന്റെ സ്ഥലം, ദൈവദാസന്റെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് എല്ലാം ദൈവം എനിക്ക് എഴുതി കാണിക്കുവാൻ വെളിപ്പെടുത്തി തരുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അങ്ങനെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഭവനത്തിൽ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരനുഭവത്തിൽ കൂടെയാണ് ദൈവം എനിക്ക് ഒരുക്കി തരുവാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്റെ അനിയത്തിമാര് പറഞ്ഞു, ഓ നിനക്ക് വരും ഇപ്പോൾ വലിയ സുന്ദര കുട്ടപ്പൻ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. എന്നെ കല്യാണം കഴിച്ചാൽ പോരെ, അത് അംഗവൈകല്യം ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല, അത് കണ്ണുപൊട്ടനാണെങ്കിലും ചെവി കേൾവിയില്ലാത്തവനാണെങ്കിലും കാലും മുടന്തനാണെങ്കിലും കുഴപ്പമില്ല, ഒരു ഭർത്താവ് കിട്ടിയ പോരെ എന്ന് തന്നെ അനേകർ പറഞ്ഞ് എന്നെ പരിഹസിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമാണ്, ദൈവമേ എന്നെ പോലെ ഒരു വ്യക്തി എനിക്ക് തരരുതേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്റെ പ്രാർത്ഥന എന്റെ കർത്താവ് കേട്ടു. എനിക്ക് നല്ലൊരു ഭാവി ദൈവം ഒരുക്കി തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നെ എവിടെയൊക്കെ നിന്ദിച്ചിട്ടുണ്ടോ, എന്നെ എവിടെയൊക്കെ അപമാനിച്ചിട്ടുണ്ടോ, എന്നെ എവിടെയൊക്കെ പരിഹസിച്ചിട്ടുണ്ടോ, എനിക്ക് എവിടെയൊക്കെ നല്ല ഡ്രസ്സ് വാങ്ങിത്തരാതിരുന്നിട്ടുണ്ടോ, നല്ല ഭക്ഷണം വാങ്ങിത്തരാതിരുന്നിട്ടുണ്ടോ, അവിടെ നിന്നെല്ലാം എന്നെ നല്ല അനുഭവത്തിൽ എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ സ്വർഗത്തിലെ ദൈവം 98 എനിക്ക് തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ ദൈവത്തിൽ നിന്റെ വഴി വചനത്തിലുണ്ടല്ലോ, നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയം വെക്കുക, അവൻ അത് നിവർത്തിക്കും. ഞാൻ എന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്റെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനോ എന്റെ സഹോദരങ്ങളുടെ ഇഷ്ടത്തിനോ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനോ ഞാൻ എന്റെ വഴിയെ ഭരമേൽപ്പിക്കുവാൻ ഇടയായി തീർന്നിട്ടില്ല. എന്നാൽ എന്റെ വഴി എന്റെ യഹോവയിൽ ഭരമേൽപ്പിച്ച് എന്റെ കാര്യം എന്റെ യഹോവയിൽ ബോധിപ്പിച്ചപ്പോൾ എന്റെ യഹോവ എനിക്ക് തക്ക സമയത്ത് എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസനെ തന്നെ എനിക്ക് ദൈവം തരും, ജീവിത പങ്കാളിയായി തരുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ആരൊക്കെ എനിക്ക് ഒരു ജീവിതം ഉണ്ടാകുകയില്ല, എന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തി കളയണം, എനിക്ക് വിദ്യാഭ്യാസം നടത്തി തരികയില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഏതെല്ലാം നിലകളിൽ പരിഹസിച്ച് മാറ്റി നിർത്തുവാൻ ശ്രമിപ്പിച്ചുവോ അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായ നിലകളിൽ 98 എന്റെ ജീവിതം അങ്ങനെ ആകപ്പാടെ മാറ്റിമറിക്കുന്ന, മറ്റുള്ളവർ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയത്തക്ക നിലയിൽ കാണത്തക്ക നിലയിൽ തന്നെ ദൈവം എന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്റെ കണ്ണ് കാണുകയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ജീവിതം തന്നതായ ആ ദൈവദാസന്റെ ഹൃദയം ദൈവം കണ്ടു. ആ ദൈവദാസനോട് കർത്താവ് മനസ്സരിഞ്ഞു എന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം ഞാനത് പറയുവാൻ കാരണം എന്റെ അനുജത്തിമാരെക്കാട്ടിലും വിദ്യാഭ്യാസമുള്ളതും അനുജത്തിമാരുടെ ഹസ്ബൻഡുമാരെക്കാട്ടിലും കാഴ്ചയിൽ കൊള്ളാവുന്നതുമായ നല്ലൊരു ദൈവഭക്തനെയാണ് ദൈവം എനിക്ക് ജീവിത പങ്കാളിയായി തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സഹോദരങ്ങൾ പറഞ്ഞു, നിനക്ക് സുന്ദര കുട്ടപ്പൻ വരും, അത് കറുത്തതായാലെന്താ, കണ്ണ് കാണാൻ വയ്യാത്തതായാലെന്താ, ചെവി കേൾക്കാൻ വയ്യാത്തതായാലെന്താ, ഒരു ജീവിത പങ്കാളി പോരെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു ഊനവുമില്ലാത്ത നല്ല ദൈവഭക്തനായ ഒരു ദൈവദാസനെ എനിക്ക് ലഭ്യമായി തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, എനിക്ക് അതിൽ കൂടെ ഒരു സന്ദേശം പറയാനുള്ള, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉയരങ്ങളുണ്ട്. അത് ഒരുപക്ഷെ ലേറ്റായി നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം, ഒരുപക്ഷെ സാഹചര്യങ്ങളെല്ലാം നമുക്ക് വിരോധമായി വന്നേക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങൾ കടന്നു വന്നേക്കാം. അതിന്റെ മധ്യത്തിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്റെ ജീവിത അനുഭവത്തിൽ കൂടെ എനിക്ക് രുചിച്ചറിയുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. 98 എന്റെ വിവാഹം നടക്കുമ്പോൾ എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ എല്ലാവരും എതിരാണ്, എന്റെ വീട്ടുകാർ എല്ലാവരും എതിരാണ്. എന്റെ പിതാവ് എന്റെ വിവാഹം നടത്തുവാനുള്ള യാതൊരു താല്പര്യവും എന്റെ പിതാവിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്റെ മാതൃ ചർച്ചിലുള്ളതായ വിശ്വാസികളും ഷാജി പാസ്റ്ററും സഭയും എന്റെ അനുജന്മാരും ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ തക്കോണം ഇടയാത്ത എന്റെ അനുജന്മാർ 2 പേരും പറയുവാൻ തക്കോണം ഇടയാത്തുന്നു, ചേച്ചി നിങ്ങൾ ഒരു വിവാഹം കഴിക്കണം, നിങ്ങൾക്കൊരു ജീവിത പങ്കാളി വേണം, നിങ്ങളുടെ സഹോദരിമാര് നിങ്ങളെ നോക്കുമോ ഇല്ലയോ എന്നുള്ളതിന് എന്താണ് ഉറപ്പ്
അതുകൊണ്ട് നിങ്ങൾ ഒരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് നല്ല ഉപദേശങ്ങൾ എന്റെ രണ്ടനുജന്മാരും എനിക്ക് തരുമായിരുന്നു. രണ്ടനുജന്മാരുടെ ഉത്സാഹം, സാമ്പത്തികമായ ഉത്സാഹം, എല്ലാ നിലകളിലുമുള്ളതായ ഉത്സാഹമാണ് എന്നെ അവരുടെ പ്രാർത്ഥന, അവരുടെ സാമ്പത്തിക കരങ്ങൾ, അവർ എനിക്ക് തന്നതായ ഗൈഡൻസ്, സഭ എനിക്ക് തന്നതായ ഗൈഡൻസ് എല്ലാമാണ് എന്നെ ഈ നിലയിൽ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഹസ്ബൻഡിന്റെ വീട്ടുകാർ വളരെ എതിർപ്പായിരുന്നു. കാരണം എനിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് വളരെ എതിർപ്പായിരുന്നു. എൻഗേജ്മെന്റിന് വന്നിട്ട് വളരെ പ്രതികൂലത്തോടെയാണ് എന്റെ എൻഗേജ്മെന്റ് നടക്കുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. എന്റെ എൻഗേജ്മെന്റ് നടക്കുന്നതിനെക്കാട്ടി ഗ്രാൻഡ് ആയിട്ട് എന്റെ രണ്ടനിയത്തിമാരുടെ എൻഗേജ്മെന്റ് ആണെങ്കിലും കല്യാണമാണെങ്കിലും നടക്കുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ എൻഗേജ്മെന്റിന് വളരെ വില കുറഞ്ഞ, ഏറ്റവും വില കുറഞ്ഞ 500 രൂപയ്ക്ക് താഴെയുള്ള ഒരു സാരിയാണ് ഞാൻ എൻഗേജ്മെന്റിന് ഉടുക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്റെ അനുജത്തിമാർക്കൊക്കെ നല്ല വില കൂടിയ സാരി അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക, നല്ല വില കൂടിയ ചെരുപ്പ്, വില കൂടിയ മണ്ഡപങ്ങൾ, അങ്ങനെ എല്ലാ നിലകളിലും ടോപ്പ് നിലയിലാണ് അനുജത്തിമാരുടെ വിവാഹമാണെങ്കിലും എൻഗേജ്മെന്റ് ആണെങ്കിലും വിവാഹമാണെങ്കിലും നടക്കുവാൻ ഇടയായി. എന്നാൽ എന്റെ ഭവനത്തിനകത്ത് വെച്ച്, ചെറിയ എന്റെ വീട്ടിനകത്ത് വെച്ചാണ് എന്റെ എൻഗേജ്മെന്റ് നടക്കുവാൻ തക്കോണം ഇടയായിട്ട്, വളരെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ. എന്നാൽ പ്രതികൂലത്തെ അനുകൂലമാക്കി തന്ന ആ ദൈവ സാന്നിധ്യം എന്റെ വിവാഹ സമയത്ത് ഇതുവരെയും എന്റെ നാട്ടിൽ നിന്ന്, പുനലൂരിൽ നിന്ന് വന്നതായ ദൈവമക്കൾ, നാട്ടുകാർ എല്ലാം പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. ഇതുവരെയും ഇങ്ങനെ ഒരു വിവാഹം ഞങ്ങൾ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു വിവാഹ ശുശ്രൂഷ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ബിന്ദുവിന്റെ വിവാഹം, എന്നെ വീട്ടിൽ വിളിക്കുന്ന ബിന്ദു എന്നാണ്, എന്റെ ഒഫീഷ്യൽ നെയിം ലിസി എന്നാണ്. ഇത് ഇത്രയും നല്ലൊരു ടോപ്പ് നിലവാരത്തിൽ ശുശ്രൂഷ, ആത്മീയ നിലവാരത്തിൽ ഇങ്ങനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ ദൈവത്തിന്റെ നാമോടെ മഹത്വം എടുക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. മോളെ, നിന്റെ കണ്ണുനീരാണ്, നിന്റെ പ്രാർത്ഥനയാണ് നിന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചതെന്ന് അനേക വ്യക്തികൾ കൂടെ സാക്ഷി പറയുന്നത് എനിക്ക് എന്റെ ചെവിയിൽ കൂടെ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. പ്രിയത മക്കളെ, എന്റെ ജീവിതം ഇന്ന് വളരെ ഹാപ്പിയാണ്. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ എന്റെ എല്ലാ സിറ്റുവേഷനിലും എന്നോട് ഒരുമിച്ച് കെയർ ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന നല്ലൊരു കർത്തൃദാസനെയാണ് എനിക്ക് ലഭ്യമായി തീരുവാൻ തക്കൊണ്ട് ഇടയായി. 2011 ഗ്ലൂക്കോമ വന്ന് എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ഇപ്പം അല്പമായ കാഴ്ച മാത്രമേ എനിക്കുള്ളൂ. വിവാഹ സമയത്ത് ഞാൻ ഇവിടെ 98 വരുമ്പോൾ എനിക്ക് ദൈവം കൃപാവരത്തിന്റെ ശുശ്രൂഷ, രോഗശാന്തി ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഇതൊക്കെ എനിക്ക് കർത്താവ് തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ എന്റെ കണ്ണിന് കാഴ്ച ഉള്ള സമയം വരെ ഞാൻ പരസ്യയോഗങ്ങൾക്ക്, ഭവന സന്ദർശനങ്ങൾക്കൊക്കെ കടന്നു പോകും. അങ്ങനെ ആ സമയത്ത് 2011 എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി, ഇനി എന്റെ അപ്പന്റെ വേല ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നിന്നെ കൊണ്ട് ഞാൻ ഒരു വലിയ കാര്യം ചെയ്യിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് 2016 ഞാൻ ചില ദൈവദാസന്മാരോട് ഈ വിഷയം പറഞ്ഞപ്പോൾ അവരെന്നെ നിരുത്സാഹപ്പെടുത്തി വിടുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. 2018 ഞാൻ ഫെയ്ത്ത് വിമൺ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞതായ ഒരു പ്രോഗ്രാം, ഒരു മീറ്റിംഗ്, സഹോദരിമാരുടെ ഇടയിൽ ഒരു മീറ്റിംഗ് നടത്തുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അത് എന്താന്ന് ചോദിച്ചാൽ, എനിക്ക് അതുവരെയും ഞാൻ 2011 വരെ കർത്താവിന്റെ വേല ചെയ്യുമായിരുന്നു. എന്നാൽ എനിക്ക് ആരുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ല, എനിക്ക് ഭവനത്തിൽ നിന്ന് വെളിയിൽ പോകുവാൻ പറ്റത്തില്ല, ദൈവവചനം പറയാൻ പറ്റത്തില്ല, ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വളരെ നിരാശപ്പെട്ട് ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ച ഒരു ശുശ്രൂഷയാണ് ഈ ഫെയ്ത്ത് വിമൺ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ് ഇന്നത്തേക്ക് 6 വർഷമായിട്ട് ആ പ്രെയർ ഗ്രൂപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അതെന്റെ ജീവിതത്തിൽ വളരെ സന്തോഷമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. 98 നാവ് ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിനെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുവാൻ എന്റെ യേശുപ്പൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അനേക ഇടങ്ങളിൽ എന്റെ ദൈവത്തെ ഉയർത്തി കാണിക്കുവാനുള്ളതായ അവസരങ്ങൾ ദൈവം എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. എനിക്കൊരു കുഞ്ഞ് ലഭിക്കയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടൊരു പൈതലിനെ കർത്താവ് എനിക്ക് ദാനം ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. ഒരു ഊനവുമില്ലാത്ത, നല്ല കാഴ്ചയിൽ കൊള്ളാവുന്ന നല്ലൊരു പൈതലിനെ, ഒരു പെൺ പൈതലിനെ ദൈവം എനിക്ക് ദാനം തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. എന്നെ എവിടെയൊക്കെ പരാജയപ്പെടുത്തി വെച്ചിട്ടുണ്ടോ, ആരൊക്കെ എന്നെ നിന്ദിച്ചിട്ടുണ്ടോ, അവരുടെ മധ്യത്തിൽ ദൈവം എന്നെ ഉയർത്തുവാൻ തക്കവണ്ണം, ശുശ്രൂഷയിൽ എന്നെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. എനിക്കിന്ന് കണ്ണിന് കാഴ്ചയില്ല എങ്കിലും എനിക്ക് എവിടെയൊക്കെ ശുശ്രൂഷയുണ്ട് അവിടെയൊക്കെ എന്റെ കർത്താവിന്റെ ദാസൻ എന്നെ കൊണ്ടുപോകും. വചന ശുശ്രൂഷയ്ക്കാണെങ്കിലും, വർഷിപ്പ് ലീഡ് ചെയ്യാനാണെങ്കിലും, പ്രാർത്ഥിക്കാനാണെങ്കിലും എല്ലായിടും എന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് എന്റെ ജീവിതത്തിന്റെ വലിയൊരു വിടുതൽ. എന്നാൽ അനേകം മരണങ്ങളിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. എന്റെ വിവാഹത്തിന് ശേഷം ആക്സിഡന്റ്, പല പ്രാവശ്യം 2 വീലറിൽ പോകുമ്പോൾ ആക്സിഡന്റ്, ഞങ്ങൾ രണ്ടുപേരും ആക്സിഡന്റ്
വന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തലമുടി നാരഴയിൽ ദൈവം അവിടെ നിന്നെല്ലാം എന്നെ രക്ഷപ്പെടുത്തിയെടുക്കുവാൻ, ഇന്ന് കർത്താവിന്റെ വേലയിൽ ശക്തമായി ശോഭിക്കുവാനൊക്കെ സ്വർഗത്തിൽ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നെ എന്നാൽ ആ വിവാഹം കഴിഞ്ഞ് 2016 മുതൽ 18 വരെയുള്ള ആ കാലഘട്ടങ്ങളിൽ ഞാൻ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേപ്പട്ടി ബാത്റൂമിനകത്ത് കയറിയിരിക്കുമായിരുന്നു. ഞാൻ കണ്ടില്ല. നമ്മുടെ വീടല്ലേ, നമ്മുടെ ബാത്റൂം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അകത്തോട്ട് കയറി കുളിക്കാനുള്ള തയ്യാറെടുപ്പ് എടുത്തപ്പോൾ ഈ പേപ്പട്ടി അതിനകത്തിരിക്കുകയാണ്. അതിങ്ങനെ ശബ്ദം ഇട്ടപ്പോഴാണ് ഞാൻ കാണുന്നത് പേപ്പട്ടിയാണല്ലോ എന്ന്. ഞാൻ പെട്ടെന്ന് ഈ ഡോറ് ഒരു ശബ്ദവും ഇല്ലാതെ ലൈറ്റായിട്ട് തുറന്ന് ഞാൻ എന്ത് ചെയ്ത് എന്റെ ഹസ്ബൻഡിനെയും മോളെയും എന്റെ അനിയത്തിയും കുടുംബത്തെയും വിളിച്ചു കാണിച്ചപ്പോൾ, ദൈവം നിന്നെ വലിയൊരു മരണത്തിൽ നിന്നാണല്ലോ വിടുവിച്ചത്. ഭയങ്കര ശക്തമായ പേ പിടിച്ചൊരു പട്ടിയാണ് ബാത്റൂമിനകത്തിരിക്കുന്നത്. പക്ഷെ എന്നെ തൊടുവാൻ ദൈവം അനുവദിച്ചില്ല. ആ വലിയൊരു മരണത്തിൽ നിന്ന് എന്റെ കർത്താവ് എന്നെ വിടുവിച്ച് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാന് വീട്ടില് പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്യാസ് ഓണാണ്, ഒരു ഗ്യാസ് ഓഫാണ്, എനിക്ക് അറിയുന്നില്ല. പക്ഷേ കുക്കറിനകത്ത് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വെടിച്ച് പുറത്തോട്ട് തെറിച്ചു പോയി. പക്ഷെ എനിക്കൊരാപത്തും വരാതെ ദൈവം എന്നെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയാത്തുന്നു. ഒരുപാട് മരണകരമായ അനുഭവങ്ങളിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ ഡെലിവറിയായി 56 ദിവസം ഉള്ളപ്പോൾ എന്റെ പിതാവ് എന്നെ ബസ്സിൽ തന്നെ കയറ്റി പൊള്ളാച്ചി ഭവനത്തിൽ എന്നെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിന്റെ കുഞ്ഞുമായി പച്ച വയറോടുകൂടി എന്റെ ഹസ്ബൻഡിന്റെ ഭവനത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു പിതാവും ഒരു കുഞ്ഞുങ്ങൾക്ക് ചെയ്യാത്ത ചില കാര്യങ്ങൾ എന്റെ പിതാവ് എന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. എന്റെ വിവാഹം കഴിഞ്ഞ് പോകുന്നതായ ആ സമയത്ത് എനിക്ക് ഒരു പിതാവിൽ നിന്ന് ലഭിക്കേണ്ട ഒരു കെയറിങ്ങും അപ്പോഴും എനിക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഡെലിവറി ആയ സമയത്ത് പോലും എനിക്ക് ആ ഒരു കെയറിങ് ലഭിച്ചിട്ടില്ല. ഞാൻ ഡെലിവറി ആയി കിടക്കുമ്പോഴും എനിക്ക് സ്വസ്ഥത തരികയില്ലായിരുന്നു. നല്ല ഭക്ഷണം എനിക്ക് തരികയില്ലായിരുന്നു. എന്നാൽ എന്റെ അമ്മ എല്ലാം ഒളിച്ചു പാത്തും ഒക്കെയാണ് എന്നെ കെയർ ചെയ്യുവാനും എന്റെ അനിയത്തിമാരൊക്കെ കെയർ ചെയ്യുവാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ രണ്ടാമത്തെ എനിക്ക് താഴെയുള്ള അനിയത്തിയുമായിട്ട് അല്പസ്നേഹബന്ധമുണ്ട്, സഹോദര സ്നേഹത്തിൽ നിൽക്കുന്നു. മാതാവ് ഇപ്പോഴും ജീവനോടെ ആയിരിക്കുന്നു. ഞങ്ങൾ കർത്താവിന്റെ പേരുടെ മുഖത്ത് കോയമ്പത്തൂരിന്റെ പ്രദേശത്ത് ആയിരിക്കുന്നു. ദൈവം വ്യത്യസ്തമാകുന്ന നിലകളിൽ ശുശ്രൂഷയിൽ ഞങ്ങളെ കാര്യങ്ങളെടുത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എന്റെ സാക്ഷ്യം എനിക്ക് പറയുവാനുള്ളത്. എന്നാൽ എന്റെ ജീവിതത്തിൽ കണ്ണുനീരിൽ നിന്ന് എന്നെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവമെന്ന് കർത്താവിന്റെ വചനത്തിലുണ്ട്. ഹന്നയെ കുറിച്ച് പറയുവാണെങ്കിൽ, ഹന്ന വേദനയോടെ നിറകണ്ണുകളോടെ ആലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശമൂവേൽ ബാലനെ കൊടുത്തതുപോലെ എന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ അറിഞ്ഞ് എനിക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ ഒരു ഭാവിയും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയും തരുവാൻ തക്കോണം സ്വർഗ്ഗത്തിൽ ദൈവം ഇടയാക്കി തീർത്തു. ഇതുവരെ ഞങ്ങളുടെ കുടുംബജീവിതം സന്തോഷകരമായി പോയിക്കൊണ്ടിരിക്കുന്നു. ശുശ്രൂഷയിലും സന്തോഷകരമായി പോയിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു മകളെ ദൈവം തന്നിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ അവളുടെ വിവാഹം ഓഗസ്റ്റ് മാസം നടക്കുകയാണ്. എല്ലാ ദൈവമക്കളുടെയും വലിയൊരു പ്രാർത്ഥന ചോദിക്കുന്നു. എനിക്കിതുവരെ ഇങ്ങനെ ഒരു അവസരം ടെസ്റ്റ് മണി പറയുവാൻ ഒരു അവസരം ദൈവം തന്നതിനായി ഞാൻ ദൈവത്തിന് മാനമഹത്വം അർപ്പിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതായ കർത്താവിന്റെ ദാസനും എന്നെ പരിചയപ്പെടുത്തിയ കർത്താവിന്റെ ദാസനും ആരോമ ടിവിക്കും നന്ദിയെ രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകളെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസി സിസ്റ്റർ ലിസി സുരേഷ്. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 5-ാം മാസത്തിൽ ജനിച്ച ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ എത്രത്തോളം ആരോഗ്യവും വലിപ്പവും ഉണ്ടായിരിക്കും. മാതാപിതാക്കന്മാർക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു ജനനം. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ കർത്താവിൻ്റെ ദാസിയെ ദൈവം മുൻകണ്ടിരുന്നത് കൊണ്ട് അതിക്രൂരമായ പല അനുഭവങ്ങളുടെ നടുവിലും എല്ലാ വിധത്തിലുള്ളതായ അപമാനത്തിൻ്റെയും നിന്ദയുടെയും ആക്ഷേപത്തിൻ്റെയും ഉപദ്രവത്തിൻ്റെയും നടുവിലും ഏൽപ്പിച്ചു കൊടുക്കാതെ കൈവിട്ട് കളയാതെ കരുണയുള്ള കർത്താവ് കരം പിടിച്ചു കൂടെ നിന്നു. കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളത് അതൊരു സാധാരണ സംഭവമാണ്. അതൊരു കുറവ് എന്ന് പറയുവാൻ ലോകത്തിന് പറയാൻ പറ്റും, മാതാപിതാക്കന്മാർ പറയും, സമൂഹം പറയും.
പക്ഷെ ദൈവത്തിൻ്റെ മുൻപാകെ ദൈവം ഹൃദയങ്ങളെ നോക്കുന്നവനാണ്. പുറമേ ഉള്ളത് മനുഷ്യൻ നോക്കുന്നു, ദൈവം ഹൃദയങ്ങളെ അറിയുന്നു. പ്രിയ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ കണ്ണിന് കാഴ്ചയില്ല എന്നുള്ള ആ ഒരു വൈകല്യം മനസ്സിലാക്കി തന്നെ ജീവിത പങ്കാളിയായി കടന്നു വന്ന പ്രിയപ്പെട്ടവനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുറവുകളും അംഗീകരിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു ജീവിതം തന്ന് കൂടെ നിന്ന് ഒരു കുടുംബസ്ഥനായി മാതാപിതാക്കന്മാർക്ക് സഹോദരങ്ങൾക്ക് തരാൻ കഴിയാത്തതായ എല്ലാ കരുതലുകളും നൽകിത്തന്ന് സ്നേഹിക്കുവാനും സംരക്ഷണ ചെയ്യുവാനും എല്ലായ്പ്പോഴും കൂടെ നിൽക്കുവാനും കൊണ്ടു നടക്കുവാനും ദൈവം ഒരാളിനെ കൂട്ടിനായി തന്നു. ആ ദൈവഭൃത്യനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ കർത്താവ് കുടുംബജീവിതത്തിൽ ദാനമായി തന്നു. അവരുടെ വിവാഹം നടക്കുന്നതിനെക്കുറിച്ചുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ വിവാഹം നടക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം പൈതലിന് ദൈവം കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ പദ്ധതിക്കായി ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്താൽ ദൈവം ആ പദ്ധതി നിവർത്തിക്കുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുവാൻ ഇടയായിത്തീരും. അത് മാനുഷികമായിരിക്കുകയില്ല, അത് സ്വർഗീയമായതും ദൈവീയമായതുമായ പ്ലാനിൽ ആയിരിക്കും. അത് മനുഷ്യർക്ക്, പുറമേ ഉള്ളവർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് പലപ്പോഴും അവരാൽ കഴിയുന്ന രീതിയിൽ നമ്മെ ഉപദ്രവിക്കുവാൻ, വേദനിപ്പിക്കുവാൻ ഇടയാക്കി തീർക്കും. എന്നാൽ കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, ഈ വാത്സല്യ കുടുംബത്തെ നമുക്കും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കർത്താവിൻ്റെ ദാസി അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവിന്റെ ദാസൻ ആരോമ TV ഇതിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, കർത്താവെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിന്റെ കരം നീട്ടണമേ. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, മാനസിക വേദനകളായിരിക്കുന്നുവെങ്കിൽ ദൈവമേ, അവരുടെ ജീവിതത്തിൽ ഇന്ന് രാത്രിക്കാലം ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു രാത്രിയായി തീരുവാൻ സർവ്വത്തിൽ ദൈവം ഇടയാക്കണമേ. ഈ പ്രവർത്തനങ്ങളെ വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലിസി സുരേഷ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TVയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയോടും കുടുംബത്തോടുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. കഴിയുന്നിടത്തോളം ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് ഞങ്ങൾ നിങ്ങൾക്കായി പ്രത്യേക ലൈനിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആ സമയത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം.
അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.